ഡിഫറെൻറ്റ് തീമിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പം നമുക്കൊരു സമ്മർ ഡയറി പോലൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അതുകൊണ്ടൊരു യെല്ലോ തീമിലാണ് ഇന്നത്തെ വീഡിയോ മൊത്തം. അതുകൊണ്ടൊരു യെല്ലോ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് ഞാനൊരു ഗ്രീൻ ടീ കുടിക്കുവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്രീൻ ടീ എന്താണ് കുടിക്കണത്, ഇത് ഗ്രീൻ അല്ലേ എന്ന്. അപ്പോൾ ഇത് ഹണി ഗ്രീൻ ടീ ആണ്. അപ്പോൾ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് മോർണിംഗ് അതാക്കി. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് വേണോ അതുപോലെ ഇതുപോലത്തെ തീം വീഡിയോസ് വേണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് മതി. ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും ഞാൻ കുറേ തവണയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനാണ് ഇതുപോലെ വെറൈറ്റി കണ്ടന്റുകളൊക്കെ കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനിയും ഞാൻ ഇതുപോലെ പല തീമിലും വീഡിയോസൊക്കെ ഇടാം. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ സബ്സ്ക്രൈബറിന് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടി, ഭയങ്കര ഹാപ്പി ആയി എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ച് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ആ ഒരു മെയിൽ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. എനിക്ക് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ചെയ്യാനുള്ള ഐഡിയ തന്നത് ChatGPT ആണ്. ഞാൻ ChatGPTയുടെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി കണ്ടൻറ്റ് എനിക്ക് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ പറഞ്ഞു ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു യെല്ലോ തീം ചെയ്യാം. യെല്ലോ തീം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതലും കാണിക്കുന്നത്. അപ്പം ഞാൻ ഒരു മാംഗോ യോഗർട്ടും കൂടെ എടുത്തിട്ടുണ്ട് ഇതിലിടാൻ. ഞാൻ ഇതുവരെ യോഗർട്ട് യോട്ട്സിൽ വെച്ചിട്ട് കഴിച്ച് നോക്കിയിട്ടില്ല. ഒരു ദിവസം വെറുതെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂബെറിയുടെ യോഗർട്ട് കഴിച്ചായിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഈ മാംഗോയുടെ യോഗർട്ട് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. അങ്ങനെ നമ്മുടെ യെല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും ലുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു പെർഫെക്ഷൻ കുറവ് പോലെ തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ ചിയാ സീഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണെങ്കിൽ ഹൈ ഫൈബർ ആണ്, നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അങ്ങനെ നമ്മുടെ യെല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളർ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പില്ല. ഞാൻ ഇതുവരെ മാംഗോ യോഗർട്ട് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. സാധാരണ എനിക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും ഒട്ടും ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. എൻ്റെ കയ്യിൽ യെല്ലോ ക്ലോ ക്ലിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ ഓറഞ്ച് ക്ലോ ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കാണാനാണെങ്കിലും ഓറഞ്ച് കുറച്ചുകൂടെ ബ്രൈറ്റും ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ വീടിൻ്റെ സൈഡിൽ നിന്ന് ഏതോ ഒരു ചെടിയാണ്, കുരുമുളകിൻ്റെ ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ മുറിയുടെ ഉള്ളിൽ അങ്ങനെ പച്ചപ്പ് കാണിക്കാൻ പാകത്തിനൊന്നുമില്ല. അപ്പം ഞാൻ 1-2 ചെടി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെയിലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നലെ വരണ വഴിക്ക് വണ്ടി കേടായി. അപ്പോൾ അതുകൊണ്ട് ഇനി അത് നന്നാക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കടയിൽ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ നടന്നു പോയി. അപ്പോൾ നടന്നു പോയത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റി. വരുന്ന വഴിക്ക് ഒരു യെല്ലോ ഫ്ലവർ 3-4 നിൽക്കണമുണ്ട്. അപ്പോൾ ഞാൻ 1-2 പറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കാമല്ലോ. ആ വലിയ ചെടി അതിൽ വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാൻ അത് എടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്ലവർ മാത്രം അതിലേക്ക് വെച്ചു. സ്റ്റഡി ടേബിളിലേക്ക് ആ ഒരു ഫ്ലവർ ഞാൻ വെച്ചിട്ടുണ്ട്. യെല്ലോ തീമിൽ ഇനി വേറെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് പെയിൻ്റ് അടിക്കാമെന്ന് ഓർത്തത്. അപ്പോൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ചെറിയ എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന്.
അപ്പോൾ ഈ സൺഫ്ലവറിൻ്റെ പകുതി വരുന്ന ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ഇതൊക്കെ എൻ്റെ പെയിൻറ്റിങ്സ് ആണ്. ഞാൻ ആണ്ടിലൊരിക്കലൊക്കെ വരയ്ക്കാറുള്ളൂ, കാരണം അതിനുള്ള സമയം കിട്ടാറേ ഇല്ല. പിന്നെ ഈ ഒരു പെയിൻറ്റിങ് സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ കരുതിയിട്ട്. അപ്പോൾ അതിൻ്റെ മേൽഭാഗം കുറച്ചൊന്ന് കീറിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം. ആദ്യം A4 സൈസ് പേപ്പറിൽ ചെയ്താലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഒരു പേപ്പറിന് കുറച്ചുകൂടെ കട്ടിയുണ്ട്, അതുപോലെ തന്നെ വാട്ടർ കളർ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ നല്ലതും ഈ പേപ്പറായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് ചൂസ് ചെയ്തത്. പിന്നെ പെയിൻറ് ചെയ്യാൻ മാത്രം അത്ര നല്ല ബ്രഷൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ള ബ്രഷാണെങ്കിലും പെയിൻ്റൊക്കെ വന്ന് ആകെ ഉണങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. പിന്നെ ഒരുപാടൊന്നും വരയ്ക്കാനില്ലല്ലോ, ജസ്റ്റ് ആ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. 2 ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി മറ്റേത് കുറച്ചും കൂടെ വലിപ്പത്തിൽ വരയ്ക്കണം. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ഞാൻ. അങ്ങനെ ഒരുപാട് ഭയങ്കര വരയ്ക്കണ ആളൊന്നും അല്ല, കുറച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ലൈറ്റ് യെല്ലോ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളാവോന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ചെയ്യാൻ പോയില്ല, ഇവിടെ വെച്ച് നിർത്തുകയാണ്. വലിയ കാർഡ്ബോർഡൊക്കെ മുറിക്കണ ഒരു ആക്സോ ബ്ലേഡ് വെച്ച് ഞാനിത് മുറിക്കാൻ നോക്കി. എൻ്റെ റൂം മേക്ക് ഓവറിൽ ഞാൻ എൻ്റെ ബുള്ളറ്റിൻ ബോർഡൊക്കെ മുറിച്ച് ഇത് വെച്ചിട്ടായിരുന്നു. അത് മുറിക്കാൻ പറ്റി, പക്ഷെ പേപ്പർ മുറിക്കാൻ എന്തിട്ടും പറ്റണില്ല. പിന്നെ ഞാൻ അവസാനം കത്രിക വെച്ചിട്ട് തന്നെ നല്ലപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ഹോൾ അതിന് മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ റിബണൊക്കെ കെട്ടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ റിബൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കെട്ടണില്ല. ഏതെങ്കിലും ഒരു യെല്ലോ ഫ്രൂട്ട് മേടിച്ച് കട്ട് ചെയ്യാതെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് അല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഏതാണ് ഇപ്പോൾ നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് നോക്കപ്പോഴാണ് പൈനാപ്പിൾ എന്ന് ഓർത്തത്. മാംഗോ ആയിരുന്നു ആദ്യം മൈൻഡിലുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു മാംഗോനേക്കാൾ വലുത് പൈനാപ്പിൾ ആയിരിക്കും. പക്ഷെ പൈനാപ്പിൾ മുറിക്കാൻ ഞാൻ പെടുന്ന പാട്, പിടിക്കാൻ തന്നെ എന്തൊരു പാടാണെന്നറിയോ. പിന്നെ ഞാനാണെങ്കിൽ ഇന്നേ വരെ ഈ പൈനാപ്പിൾ മുറിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല എന്ന് മാത്രം. ചെറിയ ചെറിയ നാര് പോലത്തെ സാധനം എടുത്തു കളയാനായിട്ട് ഇതുപോലെ വെട്ടിയാൽ മതി എന്ന് എന്നോട് പറഞ്ഞ്. അപ്പം അങ്ങനെ വെട്ടിയിട്ടാണെങ്കിലും എന്തോരം വെട്ടണം. അപ്പം ഞാൻ കുറച്ചൊക്കെ അങ്ങനെ വെട്ടിയിട്ട് അവിടെ നിർത്തി. എന്നിട്ട് പിന്നെ കുറേയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെത്തി കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു രീതിയിൽ ഞാൻ മുറിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിൻട്രസ്റ്റിൽ ഞാൻ എങ്ങനെ പൈനാപ്പിൾ മുറിക്കാമെന്ന് സെർച്ച് ചെയ്തപ്പോൾ അവരിങ്ങനെ മുറിച്ചത്. അപ്പോൾ വട്ടത്തിൽ മുറിക്കണം എന്ന് ഇങ്ങനെ ആദ്യം തോന്നി. പിന്നെ വിചാരിച്ച് വേണ്ട, നമുക്ക് പിൻട്രസ്റ്റ് വൈബിന് പിടിക്കാം. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റുകാർ പറഞ്ഞതുപോലെ മുറിച്ചിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് കഴിക്കണം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ എപ്പോഴുള്ള പരിപാടി ജേർണലിംഗ് ആണ്. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റി ജേർണലിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു യെല്ലോ തീമിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തതിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് യെല്ലോ തീമിലുള്ള കാര്യങ്ങളൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജേർണലിംഗ് ചെയ്യണത് ഒരു ഡയറിയിലാണ്. അപ്പോൾ ഡയറിയുടെ ഈ ഡേറ്റും അതുപോലെ ആ ലൈനൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു വൃത്തികേടായതുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിക്കാനായിട്ട് ഈ ഒരു ചെക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിക്കാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും വെട്ടിയെടുക്കുന്നുണ്ട്. ആദ്യം ആ യെല്ലോ മിറർ ബോളാണ് വെട്ടണത്. പിന്നെ അതുപോലെ എസ്തെറ്റിക് ആയിട്ട് ഫീൽ ചെയ്യണ 1-2 സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്.
ജേണലിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജേണലിംഗ് ചെയ്യാൻ ആരംഭിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടുള്ള സാധനം ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേളിൽ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു പേപ്പർ കീറിയെടുത്തിട്ട് കോഡ്സായിട്ട് സൈഡിൽ അവിടെ ഇവിടേക്കായിട്ട് ഒട്ടിക്കാമെന്ന് എഴുതി. അപ്പോൾ കോഡ്സ് ഒട്ടിക്കുമ്പോൾ വെറുതെ മുറിച്ചെടുത്താൽ ഒരു ഭംഗി കുറവല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വിൻറ്റേജ് വൈബ് കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ അതിൻ്റെ ആ കോർണേഴ്സൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ ചെറിയ പിള്ളേരൊന്നും കാണിക്കരുത് കേട്ടോ. ഞാനിതൊക്കെ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസ് ഓഫ് പേപ്പേഴ്സ് ആ ഓരോ സൈഡിലൊക്കെ ഒട്ടിച്ചെടുക്കാം. മുറിച്ച് വെച്ച സ്റ്റിക്കേഴ്സൊക്കെ ഓരോ കോർണറിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഹെഡിങ് എഴുതണം. ഹെഡിങ് എഴുതാനായിട്ട് ഞാനൊരു ആൽഫബറ്റിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പ്രിൻ്റ് എടുക്കാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമ്മർ ഡയറിയിൽ നിന്ന് ഈ മാർക്കറിൽ എഴുതി കൊടുക്കാം. അതുപോലെ സമ്മർ യെല്ലോ തീമൊക്കെ വരണ 1-2 കോഡ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഓരോ പീസിൽ എഴുതി കൊടുക്കുകയാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ജേണലിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഇതുവരെ ചെയ്ത ജേണലിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജേണലിങ് കൂടിയാണിത്. ആയിട്ട് ആ പേപ്പറൊക്കെ ബേൺ ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ ബുക്ക് മാർക്കും കൂടെ വെച്ച് നമ്മുടെ ജേണലിങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഒരു പഴംപൊരി പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് പൊരിച്ചത്, അതുകൊണ്ട് കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ മാക്സിമം ഈ വീഡിയോയിൽ ഞാനൊരു യെല്ലോ തീമിലാണ് എല്ലാം ചെയ്തേക്കണത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.